അപ്പം എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ? ദിസ് ഈസ് മൈ വർക്ക് സ്പേസ് ഗൈസ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, എവറിത്തിങ് ഈ ഒരു സ്പേസിനകത്താണ്. എന്താ പറയുക, ഒരു ടൈമിൽ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഐ ഡോണ്ട് ഹാവ് എനി എസ്തെറ്റിക് പ്ലേസ് ഓർ സംതിങ് ടു ഷൂട്ട് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ദെൻ ഐ തോട്ട് സോ എല്ലാം ഉണ്ടായിട്ടല്ലല്ലോ നമ്മളൊന്നും തുടങ്ങുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് വി ആർ സ്റ്റാർട്ടിങ് ഇറ്റ്. ബാലൻസ് എല്ലാം തനിയെ വരുന്നൊരു കാര്യമാണ്. ഒരു മിനിറ്റ് ക്യാമറ ഒന്ന് ടേൺ ചെയ്യട്ടെ. ആൻഡ് ഐ എം ലിറ്ററലി പ്രൗഡ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഇറ്റ് വിത്ത് ദിസ്. അല്ലാതെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ എല്ലാം വരട്ടെ, അതാവട്ടെ ഇതാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് യു, അല്ലെങ്കിൽ ഇറ്റ്സ് യുവർ സ്കിൽ അല്ലേ, അല്ലാതെ വേറെ ഒന്നും അല്ല. ബാലൻസ് ഞാൻ പറയേണ്ടി ബാക്ക്ഗ്രൗണ്ടും കാര്യമൊന്നും മാറ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി മാറ്റർ ചെയ്യുന്നില്ല, സൗണ്ട് ക്വാളിറ്റി മാറ്റർ ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും അല്ല. എവറിഥിങ് മാറ്റേഴ്സ്. ബട്ട് എന്താ ഞാൻ പറയുക, അതൊന്നും ഇല്ലെങ്കിൽ പോലും സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. ബാലൻസിലൊക്കെ വരുന്ന സമയത്ത് ഫ്യൂച്ചറിലൊക്കെ ആഡ് ഓൺ ആവുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാവും. പക്ഷെ എല്ലാം ഉണ്ടായിട്ട് നിങ്ങളുടെ സ്കില്ലില്ല, ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊരു കാര്യമില്ല. സോ ഇപ്പൊ നിലവിലുള്ളത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കില്ല് ഇങ്ങനെ പോളിഷ് ചെയ്ത് പോവാണ്. സോ വെൻ യു ഹാവ് ഓൾ ദോസ് തിങ്സ്, അതും ഇതും എല്ലാം കൂടി ഒരു അടിപൊളിയായിട്ടുള്ള സംഭവം അവിടെ ക്രിയേറ്റ് ആവും. കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാണ്, നിങ്ങൾക്ക് ഐഫോൺ ഇല്ല എന്നോട് വീഡിയോ എടുക്കാതിരിക്കുന്നത്, ആൻഡ്രോയിഡ് ആണെങ്കിൽ അതിന് വീഡിയോ എടുക്കുക, ഉള്ള ബാക്ക്ഗ്രൗണ്ടിന് വീഡിയോ എടുക്കുക. എനിക്ക് മൈക്കില്ല, ഞാനിപ്പോൾ മൈക്ക് എടുത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ മൈ വോയിസ് ഇസ് ഗുഡ് റൈറ്റ്. നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും, കാരണം ചെയ്യാൻ പറ്റും CapCut യൂസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. ഇപ്പൊ എനിക്ക് റിംഗ് ലൈറ്റ് ഇല്ല, എനിക്ക് വലിയ ലൈറ്റ് സൺലൈറ്റ് എടുക്കുക. ഞാനിപ്പോൾ രാവിലെ ഇത്രയും മോർണിംഗ് ആണ് ഈ റിംഗ് ലൈറ്റ് എടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ റിംഗ് ലൈറ്റ്, അതായത് ഈ ഒരു സംഭവം അപ്പൊ ഞാൻ കാണിച്ചല്ലോ. ആ റിംഗ് ലൈറ്റ് ഏതാണെന്ന് പലരും ചോദിക്കുന്നതായിരുന്നു. അത് ഡിജിടെക്കിന്റെ ഒരു മോഡലാണ്. അത് 1.5 വർഷം മുന്നേ സംതിങ് ഞാൻ മേടിച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതിനകത്ത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഈ മൈക്ക് ഏതാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഡിയോ കുറച്ച് വീഡിയോസിനകത്ത് ടാഗ് ചെയ്തിട്ടുണ്ട്. ഗ്രനേറയുടെ ഒരു എന്താ പറയുക, ഐഫോണിന്റെ അഡാപ്റ്റർ ഇങ്ങനെ വരുന്ന ഒരു കൈൻഡ് ഓഫ് മൈക്കാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ യൂസ് ചെയ്യാൻ കഴിഞ്ഞ സത്യം പറഞ്ഞാൽ ഈ ഡിജിടെക്കിന്റെ റിംഗ് ലൈറ്റ് ആയിട്ട് കഴിഞ്ഞ 1.5 വർഷം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്ത്. ആ ഒരു കുറച്ച് എമൗണ്ട് ഉണ്ട്, ഒരു 4,000-5,000 അതിന്റെ റേഞ്ചിലുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വർത്ത് ദ മണി. ആൻഡ് ഓൾസോ ഞാൻ ഈ പേഴ്സൺ മൈക്ക് ഉണ്ടല്ലോ, ഇറ്റ്സ് വർത്ത് ശരിക്കും. കാരണം ഇതിന് 1,400 സംതിങ് എത്രയാണ് തന്നെ. ആ ഒരു പൈസക്ക് നല്ല വേർത്താണ്. ലൈക്ക് എന്താ പറയാ, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എമൗണ്ടിന് ഭയങ്കര വേർത്താണ്. ഇതിനേക്കാളും നല്ല മൈക്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ പറയുന്ന ഒരു ബഡ്ജറ്റ്, ഒരു ഫ്രണ്ട്ലി ലെവലിൽ ഇത് ബെറ്റർ ആണ്. അതാ പറഞ്ഞത്. ബട്ട് ഇനീഷ്യലി ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല. ഡു ലൈക്ക് വിത്ത് വാട്ട് ഈസ് അവൈലബിൾ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ പലരും ചോദിക്കുന്നത് എന്ത് വർക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതിന് കൂടുതൽ എനിക്ക് വല്ല ഫ്രീലാൻസിങ് വർക്ക് വരുവാണെങ്കിൽ ചെയ്യും. കാരണം എക്സാമ്പിൾ ആങ്കറിങ് ആയിക്കോട്ടെ, ഏതെങ്കിലും വീഡിയോസ് പ്രസന്റിങ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ വേറെയുള്ള കമ്പനീസിന്റെ പേര് കേട്ടോ. അതേപോലെ തന്നെ ഇനി അതല്ല സ്ക്രിപ്റ്റിംഗ് ആയിക്കോട്ടെ, കണ്ടന്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതായിക്കോട്ടെ. ഞാൻ അങ്ങനെ റീസെന്റ് 3-4 വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ്ലി ഞാൻ പാലക്കാടുള്ള തന്നെയാണ് എടുത്തിട്ടില്ല. ബട്ട് റീസെന്റ് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ കോഴിക്കോട്. ഞാൻ ഇത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഫൈനാൻസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റ് ക്രിയേഷൻ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇനീഷ്യലി ദേ വിൽ നോട്ട് ഗെറ്റ് മോണിറ്റൈസ്ഡ്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു പേയ്മെന്റ് കയറുമ്പോൾ വരുന്നുണ്ടാവില്ല. ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻസ് ത്രൂ ആണ് പേയ്മെന്റ് വരുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര, അതായത് എനിക്ക് അത്രയും ആപ്റ്റബിൾ ആയിട്ടുള്ള, എനിക്ക് അത്രയും ഓക്കെ ആയിട്ടുള്ള പ്രൊമോഷൻസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അത് ഭയങ്കര റെയർ ആണ് ചെയ്യുന്നത്. അതായത് എനിക്കും ഓക്കെയാണ്, എനിക്ക് ആ ബ്രാൻഡിനെ കുറിച്ച് ഓക്കെയാണ്, ഞാൻ കൊടുക്കുന്ന ഓഡിയൻസിനും ട്രസ്റ്റബിൾ ആണ്, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അറ്റ് സെയിം ടൈം ഒരുപാട് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, DMs വരുന്നുണ്ട് റിലേറ്റഡ് ടു ടെക് കമ്പനീസ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഏജൻസീസ് ലൈക്ക് ദാറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, ആപ്സ്, ആ ഒരു രീതിയിലൊക്കെ. ബട്ട് എനിക്ക് ഓക്കെ അല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. സോ അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിനായിക്കോട്ടെ ഫൈനാൻഷ്യലി ഒരു മോണിറ്റൈസ് ബെനിഫിറ്റ്സ് ഭയങ്കര കമ്മിയാണ് പറയുന്നത്. ഭയങ്കര കമ്മി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മന്ത് ഇറ്റ് വാസ് 0. ബട്ട് വളരെ റയർ ആയിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ള പ്രൊമോഷൻസ് വരുന്ന സമയത്താണ് ഐ എം ഗെറ്റിംഗ് സം പെയ്ഡ് ഫ്രം ദാറ്റ്. സോ എന്താ പറയുക, ബട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. ഡെഫിനറ്റ്ലി വി ആർ ഫോളോയിങ് യുവർ പാഷൻ. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. യൂട്യൂബിനായിക്കോട്ടെ ഇറ്റ്സ് നോട്ട് മോണിറ്റൈസ്ഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. മോണിറ്റൈസേഷനെ കുറിച്ച് വൺസ് എന്റെ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ആയതിനു ശേഷം. അപ്പോൾ ഇവിടെ ആയിക്കോട്ടെ ഇറ്റ് വാസ് ഗോയിങ് ലൈക്ക് ദിസ്. ആൻഡ് ഇനീഷ്യലി ഒന്നും നമുക്ക് ഒരിക്കലും ഇവിടുന്ന് വലിയൊരു കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. വലുതല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ലെവലിൽ ഒരു കൈൻഡ് ഓഫ് അതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല.
സോ വാട്ട് ഐ വാസ് ഡൂയിങ് ഈസ് ഡൂയിങ് സം ഫ്രീലാൻസിങ് വർക്ക് റിലേറ്റഡ് ടു മൈ സ്കിൽ. എൻ്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ ഒരു ജേർണിനെ എൻ്റെ സ്കില്ലിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് കാര്യങ്ങളാണ് ഈ പ്രസന്റിങ്, ആങ്കറിങ്, സംസാരിക്കുന്നത്, കണ്ടന്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ടു ബിൽഡ് എ ബ്രാൻഡ്. ഞാൻ പേഴ്സണൽ ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ ഏജൻസി ആയിട്ട് ചെയ്യുന്നതല്ല, ത്രൂ സം ഏജൻസീസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഞാൻ ആ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കലുണ്ട്. വിത്ത് പെയ്ഡ് ആയിട്ട് ഫ്രീലാൻസിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു വഴി ഓൾറെഡി ക്ലിയർ ആക്കി വെച്ച് ഇതിൽ കൂടെ പോകും, എനിക്ക് എന്തായാലും അവിടെ പോയി നിന്റെ ആഗ്രഹം കിട്ടും എന്ന് പറഞ്ഞിട്ട് ആരും എനിക്കൊരു വഴിയൊന്നും ക്ലിയർ ആക്കി തന്നിട്ടില്ല. ഐ എം ജസ്റ്റ് ക്രിയേറ്റിംഗ് മൈ പാത്ത് ലിറ്ററലി. വെട്ടിത്തച്ച് ഇങ്ങനെ പോവാണ്. മീൻസ് ഫ്രണ്ടിൽ വരുന്നതൊക്കെ അങ്ങനെ ഒന്നും ബ്ലറാണ്, ബട്ട് എങ്ങനെയെങ്കിലും നീക്കി മെല്ലെ പോയിക്കൊണ്ടിരിക്കുക. ഐ ഡോണ്ട് നോ, ദർ ഇസ് നോ ഷ്യൂരിറ്റി ഞാൻ വിചാരിച്ചാൽ ഞാൻ എത്തൂല്ലയോ. ചിലപ്പോൾ സക്സസ് ആവാം, ചിലപ്പോൾ ഫെയിലിയർ ആവാം. ബട്ട് എവർ ഇഫ് ഇറ്റ് ഈസ് ഐ എം റെക്കോർഡിംഗ് മൈ ജേർണി ദാറ്റ് ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ആയാലും ഇല്ലെങ്കിൽ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ആർക്കും അറിയാവുന്ന ഫ്യൂച്ചർ എന്താവുന്ന കാര്യം. സോ ഇഫ് ഐ റെക്കോർഡ് മൈ ജേർണി, എനിക്ക് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെയൊക്കെയാണ് വന്നത്. ആൻഡ് നൗ ഐ എം ഹിയർ. Definitely I will be proud of myself because I tried my level best in my life. എനിക്ക് ആഗ്രഹിച്ച കാര്യം ഞാൻ വേണ്ട വന്നിട്ട് റിഗ്രറ്റ് അടിച്ച് നിന്നില്ല. നടക്കില്ല എന്നിട്ട് ചെയ്യാതിരുന്നില്ല, ട്രൈ ചെയ്യാതിരുന്നില്ല. ഐ ട്രൈഡ് ഇറ്റ്. അപ്പൊ അതെനിക്ക് കാണണം എങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്, എവിടെയാണ് ഞാൻ എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് അപ്കമിങ് ഒരു 1-2 ഇയേഴ്സിനുള്ള. സോ ഞാൻ ചെയ്ത ഫ്രീലാൻസിങ് വർക്ക് ആയിക്കോട്ടെ, ഇനി അതെല്ലാം എന്റെ തോട്ട്സ് ആയിക്കോട്ടെ, വ്ളോഗ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇപ്പൊ എനിക്ക് അറിയില്ലെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് ആംഗിൾ ഒന്നും എനിക്ക് അറിയില്ല, എങ്ങനെ എടുക്കേണ്ടത് എന്താന്നുള്ള കാര്യങ്ങളൊന്നും. ഇതൊക്കെ മറ്റൊരു മോർണിംഗ് റൂട്ടീനാണ്. സ്റ്റിൽ ഞാൻ സംസാരിച്ച് ഇത്രയും സമയമായി. ബട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ഐ എം നോട്ട് ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫോർ വ്യൂസ് ഓർ സംതിങ്. ഡെഫിനറ്റ്ലി ഞാൻ പറയാം, യൂട്യൂബിന് അതൊരു മോണിറ്റൈസ് ബെനിഫിറ്റ് എവരി വൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് മോർ ദാൻ ദാറ്റ് when I look back, എനിക്ക് എന്റെ റോ ആയിട്ടുള്ള എന്നെ കാണാൻ പറ്റണം. ദാറ്റ് ദിസ് ഈസ് മീ ആൻഡ് ദിസ് വേർ ഐ വാസ് ഗോൺ ആൻഡ് ഓൾ ദോസ് തിങ്സ്. And yeah, you will see where all I'm going, what all I'm doing in works, freelancing ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ആൻഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക ആൻഡ് എൻ്റെ ഒരു ജേർണി ഡോക്യുമെന്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് വാസ് ദ പർപ്പസ് ഓഫ് ദിസ് അക്കൗണ്ട്, ദിസ് ചാനൽ. നോർമലി ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഈ ഒരു രീതി തന്നെയാണ് എൻ്റെ ഒരു ഡേ പോലുള്ളത്. പലരും ചോദിക്കുന്നതാണ് എന്താണ് ചെയ്യുന്നത്, എന്താ ഇങ്ങനെയാണ് എൻ്റെ ഡേ പോലുള്ളത്. ആസ് എ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് ഫ്രീലാൻസ് വർക്കർ. അപ്പോൾ എപ്പോഴെങ്കിലും വെളിയിലോട്ട് എനിക്ക് വർക്ക് എന്തെങ്കിലും പോവുകയാണ്, ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്, പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഓഫീസിൽ പോയിട്ട് അവരുടെ ക്ലയന്റിന്റെ ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ വെളിയിൽ പോകുന്ന ദിവസങ്ങളിൽ ഈ റൂട്ടീൻ എന്താ പറയുക ഷഫിൾ ആവട്ടോ. ഈ രാവിലെ ഇത്രയും സ്ലോ ആയിട്ടുള്ള മോർണിംഗ് ഒന്നും ആ സമയത്ത് കിട്ടത്തില്ല. അതായത് 5-5:15 തൊട്ട് ഇപ്പൊ സമയം ഒരു 9:30 അടുത്തായിട്ടുണ്ടാവും, 9:45 അടുത്തായിട്ടുണ്ടാവും. ഈ ഒരു ടൈം വരെയും ദിസ് ഈസ് മൈ റൂട്ടീൻ ഓൾമോസ്റ്റ് എവറി ഡേ. അതായത് അമ്പലത്തിൽ പോകുന്നത് മാത്രം ഇടപെട്ടിട്ടോ 2 ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ പോയുള്ളൂ. അതിന് ഈവനിങ് വേറെ അതായത് ജിമ്മ് കാര്യങ്ങൾ, ബുക്ക് റീഡിങ് അതൊക്കെ എൻ്റെ ഈവനിങ് ടൈമിലാണ് നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഞാൻ ഇതേപോലെ ഒരു എന്താ പറയുക ഈവനിങ് റുട്ടീനോട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിനകത്ത് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 1-1.5 മണിക്കൂറോളം ഞാൻ കിടക്കും, ഉറങ്ങും. ഓക്കെ, സോ യാ